ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫിസിയോളജി എന്നുള്ള പോർഷനിലാണ് നിർത്തിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തിനാണ് ഫിസിയോളജി നമ്മൾ ഈ ഒരു ഇയറിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി എന്നുള്ള ഒരു പ്രോഗ്രാമിൽ എന്തിനാണ് നമ്മൾ ഫിസിയോളജി എന്നുള്ളൊരു പേപ്പർ പഠിക്കുന്നത്. അതാണ് നമ്മൾ ഒന്നാമത് നോക്കാൻ പോകുന്നത്. വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് ഫിസിയോളജി സബ്ജക്ട് ഇൻ സൈക്കോളജി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു, ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗാനിസം. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, ഹ്യൂമൻസ് അല്ല, മാമൽസ് ഒക്കെ, ഏതാണ് നമ്മളിപ്പോൾ കാണുന്ന മാമൽസും ഏവ്സും ഒക്കെ, പക്ഷികളായാലും മൃഗങ്ങളായാലും ഒക്കെ, അവർക്കൊരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗാനിസം എക്സാമ്പിൾ ആണ്. അപ്പം എന്താണ് ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗാനിസം? അതാണ് നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. റെലവൻസ് ഓഫ് സൈക്കോളജി, റെലവൻസ് ഓഫ് ഫിസിയോളജി ഇൻ സൈക്കോളജി. അപ്പൊ എന്തിനാണ് നമ്മൾ ഫിസിയോളജിയെ പഠിക്കുന്നത്? നമുക്കറിയാം, നമ്മളെ സൈക്കോളജി എന്നുള്ള ടോപ്പിക്ക് തീർത്തും ഹ്യൂമൻ ബിഹേവിയറും ഹ്യൂമൻ ഇമോഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇമോഷൻസിന്റെയും ഈ ബിഹേവിയറിന്റെയും പിന്നിലെ ശാസ്ത്രീയ വശം അറിഞ്ഞിരിക്കാനുള്ളത് അത്യാവശ്യമാണ്. എന്നാലും നമുക്ക് അൺകണ്ടീഷൻ എന്നുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്താണ് അൺകണ്ടീഷൻ എന്നുള്ളത്? ഒരു സൈക്കോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ എല്ലാ മനുഷ്യരും അവന് ഈക്വലാണ്. അത് എത്ര തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും അവനക്ക് എന്താണ്, ഈക്വലാണ്. അപ്പോൾ ഏതൊരു മനുഷ്യന്റെ ബിഹേവിയർ പിന്നിലും വ്യക്തമായ ശാസ്ത്രം ഉണ്ടെന്നുള്ളതും ആ ശാസ്ത്രത്തെ പറ്റി ഒരു അറിവുണ്ടായിരിക്കല്ലേ. ഏതൊരു ബിഹേവിയർ പിന്നിലും ചില കെമിക്കൽസ് ഉണ്ടായിരിക്കും. അത് ഹോർമോൺസ് ആയിരിക്കാം, ചില ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിരിക്കാം, പല കെമിക്കൽസും ആയിരിക്കാം. ക്ലിയറല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ ആക്ഷൻ കൊണ്ടാണ് ആ ഒരു ബിഹേവിയർ അദ്ദേഹം കാണിച്ചത് എന്നുള്ള ശാസ്ത്രീയമായ അറിവുണ്ടെങ്കിൽ നമുക്ക് അൺകണ്ടീഷൻ ആവാൻ സാധിക്കും, കുറച്ചൊക്കെ സാധിക്കും. അൺകണ്ടീഷൻ ആവാൻ വേണ്ട ഒരു ക്വാളിറ്റി ആണത് ഇതിന്റെ ശാസ്ത്രീയ വശം അറിഞ്ഞിരിക്കുക. ഏതൊരു ബിഹേവിയറിന്റെയും ശാസ്ത്രീയ വശം അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അൺകണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ക്ലിയറല്ലേ? എല്ലാ മനുഷ്യരും എത്ര തെറ്റ് ചെയ്ത ഒരാളെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കണം. എപ്പോൾ പറ്റും? അദ്ദേഹത്തിന്റെ തെറ്റിനെ നമുക്ക് അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ചില കെമിക്കൽസിന്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറ്റും, അല്ലെ? അപ്പോ അത്തരത്തിലുള്ള ഏതൊരു ബിഹേവിയറിന്റെയും ശാസ്ത്രീയ വശം, അല്ലെ, ബയോളജിക്കലുള്ള ശാസ്ത്രീയ വശം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫിസിയോളജി പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. രണ്ടാമത്തെ ടോപ്പിക്ക്, അല്ലെ, ഹ്യൂമൻ ബീങ്സ് ആർ എക്സാമ്പിൾ ഫോർ ആൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗാനിസം. അപ്പൊ എന്താണ് ഓർഗൻ സിസ്റ്റം? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വന്ന് നിർത്തിയത് സെല്ലിൽ വെച്ചിട്ടാണ്. സെല്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗാനിസം? അതിനുവേണ്ടി നമുക്ക് സെല്ലിൽ തന്നെ തുടങ്ങാം, അല്ലെ? നമുക്കറിയാം, സെല്ല് എന്ന് വെച്ചാൽ എന്താണ്? ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് നോൺ ആസ് സെൽ, അല്ലെ? എന്നുവെച്ചാൽ ഒരു ജീവി എന്ന് പറയാൻ വേണ്ടി ഏറ്റവും അടിസ്ഥാന ഘടകം എന്താണ്? അത് സെല്ല് എന്നാണ്. സെല്ല് ഒരു സെല്ലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ജീവികൾ ആരാണ്? ബാക്ടീരിയ ആണ്. വൈറസിനെ നമ്മൾ ഒരിക്കലും ഒരു ജീവിയായിട്ട്, കംപ്ലീറ്റ് ഒരു ജീവിയായിട്ട് പറയാറില്ല. കാരണം എന്താ? അവരൊരു പൂർണ്ണമായിട്ടും അവർക്കൊരു വ്യക്തമായ സെല്ല് എന്നുള്ള സ്ട്രക്ചർ അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ, മൊണേറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ്. മൊണേറ നമ്മൾ പറയും. മൈക്രോപ്ലാസ്മാണ് ഏറ്റവും ചെറിയ സെൽ, നമുക്കറിയാം. ഓക്കെ, അപ്പോ സെല്ലാണെന്ത്? ഒരു ഏതൊരു ജീവിതം നമ്മളൊക്കെ ഉണ്ടാക്കിയത് ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ്, അല്ലെ? സെല്ലാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഘടകം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കും, വാട്ട് ഈസ് ടിഷ്യൂ എന്നുള്ളതാണ്. എന്താണ് ടിഷ്യൂ എന്നുള്ളത്? ടിഷ്യൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരുപോലത്തെ കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കാറുണ്ട് ടിഷ്യൂ. ശ്രദ്ധിക്കണം, ഒരുപോലത്തെ. അത് രണ്ട് ഇൻവെർട്ടർ കോമിൽ ഇടണം. ഒരുപോലത്തെ. ഒരുപോലത്തെ ഉദ്ദേശിച്ചത് സ്ട്രക്ചറലി ഒരുപോലെ ആയിരിക്കണം, ഫങ്ഷനലി ഒരുപോലെ ആയിരിക്കണം. സോ tissues are the aggregation or group of cells having similar structure and function. ഒരുപോലത്തെ, കാണാനും ഒരുപോലെ ഇരിക്കണം, അവർ ചെയ്യുന്ന ജോലി എന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. അവരെ വിളിക്കുന്ന പേരാണെന്ത്? ടിഷ്യൂസ്, അല്ലെ? അപ്പൊ കുറെ സെല്ലുകളിലെ ഒരുപോലെ ജോലി ചെയ്യുന്ന, കാണാൻ ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടിഷ്യൂസ് കിട്ടും. ദാറ്റ് ഈസ് ടിഷ്യൂ. അപ്പൊ നമ്മൾ സെല്ല് നോക്കി, ടിഷ്യൂ നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അടുത്ത ലെവലാണ് ഓർഗൻ. അപ്പൊ ഓർഗൻ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓർഗൻ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത തരം ടിഷ്യൂകൾ ചേർത്ത് വെച്ചിട്ടാണ് ഓർഗൻസ് നിർമ്മിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരം ടിഷ്യൂകൾ ചേർത്ത് വെച്ചാണ് ഓർഗൻസ് രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അവയവം എന്ന് പറയില്ല, നമ്മൾ എന്തൊരു അവയവം? ഒരു ആമാശയം ഒരു അവയവമാണ്, ഹൃദയം ഒരു അവയവമാണ്,
അപ്പൊ ഹൃദയം ആമാശയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ടായിരിക്കും അല്ലെ, ഒന്നിലധികം തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒന്നിലധികം തരത്തിലുള്ള ടിഷ്യൂസുകൾ ചേർത്ത് വെച്ച് നമുക്ക് എന്തില്ല ഒരു ഓർഗൻ എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ഫാക്ടറാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂകൾ ആണെങ്കിലും അവരെല്ലാവരും കൂടിയും ഒരു കോമൺ ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. സോ ഓർഗൻസ് ആർ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഇൻ ലിവിംഗ് തിങ്സ്. ഒരു പ്രത്യേക സ്ട്രക്ചർ ആണ്, നമ്മൾ ലിവിംഗ് ഒരു സ്ട്രക്ചർ ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? they work together to perform a common function. അതാണ് ഇമ്പോർട്ടൻറ്റ്, ഒരു കോമൺ ഫംഗ്ഷൻ. അവർ ചുമ്മാ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂസ് അടുത്ത് വന്നിട്ട് നമുക്ക് ഓർഗൻ എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? എപ്പോഴേ പറയാൻ പറ്റും നമുക്ക് ആ ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻസ് വർക്ക് ചെയ്തിട്ട് എന്ത് കിട്ടണം? സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ കിട്ടണം. ഇപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് തരത്തിലുള്ള ടിഷ്യൂസുകളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസുകൾ അവിടെ ഉണ്ട്. ഹൃദയത്തിലുണ്ട് നെർവസ് ടിഷ്യൂസുകളുണ്ട്, ചില മസ്കുലർ ടിഷ്യൂസുകളുണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസുകൾ ഉണ്ട്, നമുക്ക് ഹൃദയത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? പക്ഷെ ആ ടിഷ്യൂസുകളൊക്കെ വർക്ക് ചെയ്യുന്നതിനാണ് ബ്ലഡിന്റെ പമ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പുറത്തെ കോമൺ ഫംഗ്ഷൻ എന്താണ്? പമ്പിങ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റൊമക്ക്, ഒരു ആമാശയം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂകൾ. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള മസിൽസ് ഉണ്ട്, സർക്കുലർ മസിൽസ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് ആണ് ടിഷ്യൂസുകൾ ഉണ്ട്. അതുപോലെ നെർവസ് ടിഷ്യൂസ് ഓൾസോ, ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ഉണ്ട്, ഗ്രന്ഥികൾ എന്ന് പറയുന്ന ചില ടിഷ്യൂസ് ഉണ്ട്, അവിടെ ഉണ്ട്. ഗ്ലാൻഡുലാർ സെൽസ് ഇവിടെ ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ സ്റ്റൊമക്കിലുണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ആമാശയത്തിൽ കാണാൻ പറ്റും. പക്ഷെ ആമാശയത്തിന്റെ ജോലി എന്താ? ഈ ടിഷ്യൂസ് ഒക്കെ പരസ്പരം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ദഹന പ്രക്രിയ എന്നുള്ള പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ടില്ല, സ്റ്റൊമക്കിൽ നടക്കുന്ന ദഹന പ്രക്രിയയുടെ ഭാഗം നടത്താൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ സ്റ്റൊമക്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസുകളുണ്ട്. പക്ഷെ അവരൊക്കെ എല്ലാം എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു? സ്റ്റൊമക്കിലുള്ള ഗ്രൈൻഡിങ് പ്രോസസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസുകളുണ്ട്. പക്ഷെ അവരെല്ലാം എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു? ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൊതുവായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഓർഗൻ. അപ്പൊ ഓർഗൻസ് എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ടിഷ്യൂസ്. They work together to perform a common function. അതാണ് നമ്മൾ ഇൻവെർട്ടർ കോമൺ സാധനം, കോമൺ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഓർഗൻ, ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐ ഒരു ഓർഗനാണ് അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ ഹൃദയ ഒരു ഓർഗനാണ്, സ്റ്റൊമക്ക് ഒരു ഓർഗനാണ്, ഇൻറ്റസ്റ്റൈൻ ഒരു ഓർഗനാണ് അല്ലെ, ലങ്സ് ഒരു ഓർഗനാണ് അല്ലെ. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഇതാണിത് ഓർഗൻസ്. നെക്സ്റ്റ് നമ്മൾ എത്തുന്നു നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ ഗ്രാജുവലി പറഞ്ഞില്ലേ, സെല്ലുകളുടെ കൂട്ടാണ് ടിഷ്യൂ, ടിഷ്യൂകളുടെ കൂട്ടാണ് ഓർഗൻസ്, ഓർഗൻസിന്റെ കൂട്ടാണ് ഓർഗൻ സിസ്റ്റം. അപ്പൊ ഓർഗൻ സിസ്റ്റം എന്താ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ്. ചുമ്മാ ഏതെങ്കിലും ഓർഗൻസ് എടുത്ത് വെച്ചാൽ ഓർഗൻ സിസ്റ്റം പറയാൻ പറ്റുമോ? ചുമ്മാ ഏതെങ്കിലും കുറച്ച് ഓർഗൻസിനെ പിടിച്ച് വെച്ചിട്ട് ദിസ് ഇസ് ഓർഗൻ സിസ്റ്റം പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് വേണം? ദേ ഷുഡ് ബി വർക്ക് ടുഗദർ ഫോർ എ കോമൺ ഫംഗ്ഷൻ. അവരെല്ലാവരും എന്താണ്? ഒരു പ്രത്യേക ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗൻസ് ആയിരിക്കണം. എന്നാൽ നമുക്ക് അവരെല്ലാവരും കൂടി ചേർത്ത് നമുക്ക് ഇതൊരു ഓർഗൻ സിസ്റ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, വ്യത്യസ്ത കുറച്ച് ഓർഗൻസ് ഞാൻ പറയാം. ഈസോഫേഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇതൊക്കെ ഡിഫറെന്റ് ഓർഗൻസ് ആണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താവും? ഈ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട പൊതുപ്രവർത്തനം എന്താണ്? ഡൈജഷൻ എന്നുള്ളതാണ്. ദഹന വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓർഗൻസ് ആണ് എന്ത്? ഈ പറഞ്ഞ ഈസോഫേഗസ് ആണെങ്കിലും സ്റ്റൊമക്ക് ആണെങ്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിലും ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണെങ്കിലും ഒക്കെ. അപ്പൊ ഇവരൊക്കെ പൊതു ജോലി എന്താണ്? ഡൈജഷൻ, ദഹന പ്രക്രിയ നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു കോമൺ ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, ദഹന പ്രക്രിയ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവരെ എന്ത് വിളിക്കാൻ പറ്റും? ദേ ആർ എ ഓർഗൻ സിസ്റ്റം. ആ സ്പെഷ്യൽ ടൈപ്പ് ഓർഗൻ സിസ്റ്റം പേര് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, അപ്പൊ അതിൽ ഡിഫറെന്റ് ഓർഗൻസ് വരും. പക്ഷെ എല്ലാവരും ജോലി എന്താണ്? റെസ്പിറേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ്. റെസ്പിറേഷൻ സാധ്യമാക്കുക. ട്രക്കിയ എന്ന് പറഞ്ഞ പോർഷൻസ് ഉണ്ട്, ലങ്സ് എന്നുള്ള പോർഷൻസ് ഉണ്ട്, നമുക്ക് നോസ്ട്രിൽസ് ഉണ്ട്, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്, ഇന്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്, ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട് നമുക്ക് അല്ലെ. ഈ ഓർഗൻസിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്? റെസ്പിറേഷൻ സാധ്യത. അപ്പൊ റെസ്പിറേഷൻ എന്നുള്ള ഒരു കോമൺ ഫംഗ്ഷൻ നിർവഹിക്കാൻ വേണ്ടി വ്യത്യസ്ത ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതെല്ലാം ചേരുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ആവും. ഡൈജഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്, ഡൈജഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഡൈജസ്റ്റീവ് സിസ്റ്റം ആവും, കോമൺ ഡൈജഷൻ. അതുപോലെ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്,
അപ്പൊ അതിൽ ആരായിരിക്കും വരിക? ഈ പറഞ്ഞ ബ്ലഡ് വെസൽസ്, ഹാർട്ട്, ഇവരൊക്കെ ഫംഗ്ഷൻ എന്താ? നമുക്ക് വേണ്ട ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ അല്ലെ ടിഷ്യൂസിനുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടു അല്ലെ. ഒരു സെല്ലിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ബോഡി തന്നെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ന്യൂട്രിയൻസ് എത്തിക്കുക, അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വേസ്റ്റിനെ റിമൂവ് ചെയ്യുക, അങ്ങനെ ട്രാൻസ്പോർട്ട് വർക്ക്, റോഡ് പോലെ ട്രാൻസ്പോർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഓഫ് വേരിയസ് മെറ്റീരിയൽ, അത് ന്യൂട്രിയൻസ് ആവാം, ഗ്യാസസ് ആയിരിക്കാം, വേസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കാം, ഇതെല്ലാം ചെയ്യുന്ന പണിയാണ് ആർക്കുള്ളത്? ബ്ലഡിനുള്ളത്. അതാണ് അവരുടെ ബ്ലഡിന്റെ ഫംഗ്ഷൻ. അപ്പൊ അത് ചെയ്യാൻ ആരൊക്കെ വേണം? ബ്ലഡ് വെസൽസ് വേണം, ബ്ലഡ് എന്നുള്ള സാധനത്തിൽ വേണം, ബ്ലഡ് വെസൽസ് വേണം, രക്തക്കുഴലുകൾ വേണം, അതിൽ ബ്ലഡ് എന്നുള്ള സാധനം വേണം, മാത്രം പോരാ ഹൃദയം എന്നുള്ള സാധനം വേണം അല്ലെ, പമ്പ് ചെയ്യാൻ ഹൃദയം എന്നുള്ള സാധനം വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം ആയി. ഇനി നമുക്ക് സെൻസറി സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. നമുക്ക് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും സ്പർശിക്കുന്നതൊക്കെ സെൻസറി സിസ്റ്റം വഴിയാണ് അല്ലെ. നമുക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ഓർഗൻസ് വരുന്നുണ്ട്. ആ ഓർഗൻസിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താ? ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓർഗൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സ്പ്ലീൻ ആണെങ്കിലും ലിംഫിനോഡ് ആണെങ്കിലും ബോൺ മാരോ ആണെങ്കിലും ഡിഫറെന്റ് ഓർഗൻസ് പഠിക്കാനുണ്ട് ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇവരൊക്കെ ജോലി എന്താണ്? കോമൺ ജോലി എന്താണ്? നമ്മളെ ബോഡിയെ പുറത്തുനിന്നുള്ള ഒരു പാത്തോജൻ, ബാക്ടീരിയയോ വൈറസോ ഫംഗസോ വേംസോ എന്തായിക്കോട്ടെ, ഒരു അത്തരത്തിലുള്ള ഒരു പാത്തോജൻ നമ്മളെ ബോഡിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇമ്മ്യൂണിറ്റി, പ്രതിരോധം, അതെല്ലാം നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് എന്തുണ്ട്? ഓർഗൻസ് ഉണ്ട്. അപ്പൊ എല്ലാം ചേർത്ത് നമുക്ക് വിളിക്കാം ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്താ ഉണ്ടാവുക? വ്യത്യസ്ത തരത്തിലുള്ള ഓർഗൻസ് ഉണ്ടായിരിക്കും, വ്യത്യസ്ത തരത്തിലുള്ള ഓർഗൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, പ്രതിരോധം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഓർഗൻ സിസ്റ്റം എവിടെ ഉണ്ട്? നമ്മുടെ ബോഡിയിലുണ്ട്. ഓരോ ഓർഗൻ സിസ്റ്റത്തിലും വ്യത്യസ്ത തരം ഓർഗൻസ് ഉണ്ടായിരിക്കും. ആ ഓർഗൻസ് ഒക്കെ ഒരു കോമൺ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ബേസ് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻ സിസ്റ്റം ഇതൊക്കെയാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഡിഫറെന്റ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് സിസ്റ്റംസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫ് എന്നുള്ള കണ്ടീഷൻ പോസിബിൾ ആവുന്നത്, നമ്മൾ ജീവിക്കാനുള്ള കണ്ടീഷൻ പോസിബിൾ ആവുന്നത്. ഈ ഓരോ സിസ്റ്റത്തിൽ നമുക്ക് ഡീറ്റെയിൽഡ് നമുക്ക് എന്തുണ്ട് സിലബസ് വെച്ച് കവർ ചെയ്ത് പോകാനുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് നമ്മുടെ ബോഡിയിൽ ഉള്ളതുകൊണ്ടാണ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ഉള്ള ജീവിതം വിളിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ വെച്ചാൽ സെൽ എന്താന്ന് പറഞ്ഞു, ടിഷ്യൂ എന്താന്ന് പറഞ്ഞു. ടിഷ്യൂ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽ ഹാവിംഗ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് ടിഷ്യൂ. ഇനി ഓർഗൻ എന്താണ്? വ്യത്യസ്ത തരം ടിഷ്യൂകൾ ചേർന്നിട്ട് ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നു അല്ലെ. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പറയാനുള്ളത് ഓർഗൻസ്. അപ്പൊ ഓർഗൻസിന് വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവരെല്ലാവരും വ്യത്യസ്ത ആൾക്കാരാണെങ്കിലും വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ വിളിച്ചത് നമ്മൾ ഓർഗൻ എന്ന് വിളിച്ചത്. ഇനി എന്താണ് ഓർഗൻ സിസ്റ്റം എന്ന് വെച്ചാൽ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു കോമൺ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്. ദിസ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ.